നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെങ്ങും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം. സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം. രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആധുനിക കാലഘട്ടം പ്രതിസന്ധികളിലൂടെ സഭയെ കൊണ്ടുപോവുകയാണ്. സഭ വലിയ പീഡനങ്ങൾ ഏൽക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം ആളുകൾ രക്തസാക്ഷികളായിത്തീരുന്നുണ്ട്. യുദ്ധം മൂലം പലായനം ചെയ്യപ്പെടുന്നുണ്ട്, കഴുത്തറക്കപ്പെട്ട് കൊല്ലപ്പെടുന്നുണ്ട്. സുവിശേഷം പ്രഘോഷിക്കുവാനോ അത് ജീവിതത്തിൽ പുലർത്തുവാനോ സ്വാതന്ത്ര്യമില്ലാത്ത ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഓരോ 6 മിനിറ്റിലും ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെടുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ വലിയ രക്തസാക്ഷിത്വം വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് വലിയ വെല്ലുവിളിയാണ്. ധീരതയോടുകൂടി എങ്ങനെയാണ് ഈ രക്തസാക്ഷിത്വത്തെ നേരിടുക, മതപീഡനത്തെ സമീപിക്കുക? അതിന് നമുക്ക് ശക്തി നൽകുന്നതാണ് ആദിമ സഭയിലും തുടർന്ന് പിന്നീടുള്ള കാലഘട്ടത്തിലും മതപീഡനത്തെ നേരിട്ട വിശുദ്ധരുടെ ജീവിതം. അത് നമുക്ക് കരുത്ത് നൽകുന്നതാണ്. വിശുദ്ധരുടെ ചുടുനിണത്തിലാണ് സഭ എന്നും തളർത്തിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞ ഈശോയുടെ മാതൃക പിൻചെല്ലുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ രക്തസാക്ഷികളുടെ സഭയ്ക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചവരെ കുറിച്ചുള്ള പഠന പരമ്പരയാണല്ലോ നിണമണിഞ്ഞ കാൽപ്പാടുകൾ. ഈ പരമ്പരയിൽ ഈ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് സഭാപിതാവായ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. റോമ സാമ്രാജ്യത്തിലെ പ്രധാന നഗരങ്ങളിലൊന്നായിരുന്ന അന്ത്യോക്യയുടെ 3ാമത്തെ മെത്രാനായിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ്. രക്തസാക്ഷിയും സഭാപിതാവുമായ ആ വിശുദ്ധൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആദിമസഭയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അക്കാലം മുതൽ ഇന്നോളവും അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക് സഭയിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. ജീവിതത്തിലും മരണത്തിലും ഒരു തികഞ്ഞ ക്രിസ്തുശിഷ്യനായിരുന്ന അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് AD 107 രക്തസാക്ഷിത്വം മകുടം ചൂടിയത്. കത്തോലിക്ക സഭ ഒക്ടോബർ 17 അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആചരിക്കുന്നു. പിതാവേ, ആരായിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ്? അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ആരാണെന്ന് എന്ന് കൃത്യതയോടുകൂടി നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. അദ്ദേഹം ജനിച്ച സ്ഥലമോ നാടോ ഒന്നും കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. AD 107 അദ്ദേഹം വധിക്കപ്പെട്ടു, രക്തസാക്ഷിയായി തീർന്നു എന്ന് കൃത്യതയോടുകൂടി ചരിത്രമുണ്ട്. നമുക്ക് അദ്ദേഹം എവിടെയായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ വിശുദ്ധ ഇഗ്നേഷ്യസ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയ
യോഹന്നാൻ്റെ, വിശുദ്ധ യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു. അപ്പോൾ അനുമാനിക്കുന്നത് ഇതാണ്, വിശുദ്ധ ഇഗ്നേഷ്യസിനെ മാനസാന്തര സഭയിലേക്ക് കൊണ്ടുവന്നത്, വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ. അപ്പോൾ തീർച്ചയായും വിശുദ്ധ യോഹന്നാൻ്റെ സ്വാധീനം വിശുദ്ധ ഇഗ്നേഷ്യസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അന്ത്യോക്യയിലെ മൂന്നാമത്തെ മെത്രാനായിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ്. അന്ത്യോക്യയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? 2 പ്രത്യേകതകൾ അതിനുണ്ട്. ആദ്യകാലത്ത് റോമൻ സാമ്രാജ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ നഗരമായിരുന്നു അന്ത്യോക്യ. അപ്പോൾ റോമൻ സാമ്രാജ്യം വലിയ സാമ്രാജ്യം, അതിലെ വലിയ നഗരങ്ങളിൽ മൂന്നാമത്തേതായിരുന്നു അന്ത്യോക്യ. അന്ത്യോക്യയിൽ ആളുകൾ വിശ്വാസം സ്വീകരിച്ചു. അവിടെ സുവിശേഷം പ്രഘോഷിച്ചതിൽ ഏറ്റവും വലിയ പ്രമുഖൻ ആരായിരുന്നു നിങ്ങൾക്കറിയാമോ? വിശുദ്ധ ശിമയോൻ, പത്രോസ്ലിഹ, സഭയുടെ തലവൻ. പത്രോസ്ലിഹ അവിടെയാണ് AD 54 വരെ സുവിശേഷം പ്രഘോഷിച്ചത്. അന്ത്യോക്യയിലാണ്. അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യമായിട്ട് വിശ്വാസികളെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത്, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടത്. അത് അന്ത്യോക്യയിലാണ്. അപ്പോൾ അന്ത്യോക്യ പ്രധാനപ്പെട്ട നഗരമെന്ന നിലയിൽ സഭയുടെ ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ, ആദ്യ കാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അവിടെ വലിയ ദൈവശാസ്ത്ര കേന്ദ്രങ്ങൾ പിന്നീട് വളർന്നു വന്നു. പൗരസ്ത്യ സഭാപിതാക്കന്മാർ ഈ സഭയ്ക്ക് സംഭാവന ചെയ്യുവാൻ സാധിച്ചു. വലിയ സഭാപിതാക്കന്മാരെല്ലാം അന്ത്യോക്യൻ സഭയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അന്ത്യോക്യ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അവിടെയാണ് ആദ്യ കാലഘട്ടത്തിൽ തന്നെ സഭ പീഡനം നേരിട്ടപ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ ഇഗ്നേഷ്യസ് മൂന്നാമത്തെ മെത്രാനായിട്ട് അവരോധിതനായത്. ഇതാണ് അന്ത്യോക്യയുടെയും വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെയും ഒരു പശ്ചാത്തലം നമുക്ക് കാണുവാൻ സാധിക്കുക. പിതാവേ, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ പ്രേക്ഷിത പ്രവർത്തന മേഖലകൾ ഏതെല്ലാമായിരുന്നു? അന്ത്യോക്യയിലാണ് മെത്രാനായിട്ടാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ശുശ്രൂഷ ചെയ്തത്. അദ്ദേഹം പ്രധാനമായിട്ടും തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചത് എവിടെയായിരുന്നു? സ്വന്തം ജീവിതത്തിലായിരുന്നു. നമുക്ക് വലിയ പാഠം നൽകേണ്ടതാണ്. വിശുദ്ധരെല്ലാം പ്രേക്ഷിത പ്രവർത്തനം അവരുടെ ജീവിതത്തിലൂടെയാണ്. വിശുദ്ധി നിറഞ്ഞ ജീവിതം, പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും മാതൃകയായിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ്. അന്ത്യോക്യയിലുള്ള സർവ്വജനത്തിനും വേണ്ടിയിട്ട് എല്ലാവരെയും ശക്തിപ്പെടുത്തുന്നതിന് വിശുദ്ധ ഇഗ്നേഷ്യസ് ഉത്തമമായൊരു മാതൃക നയിച്ചിരുന്നു. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലും എന്ന് മുൻപന്തിയിൽ നിന്നു വിശുദ്ധമായ ജീവിതം നയിച്ചു. അതുവഴി തൻ്റെ വിശ്വാസ സമൂഹത്തെ, അന്ത്യോക്യയിലുള്ള വിശ്വാസ സമൂഹത്തെ ധൈര്യപ്പെടുത്തി അവരെ ശക്തിയുള്ളവരാക്കി. അവർക്ക് ദൈവിക കാര്യങ്ങൾ പങ്കുവെച്ചു കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു. സഭ എന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ അവരുടെ ഇടയിൽ അവരുടെ ആവശ്യങ്ങളിൽ അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട്, ഏറെ പ്രത്യേകിച്ച് അവർക്ക് വലിയ പ്രതിസന്ധികളാണ് പീഡനം വഴി ഉണ്ടാകുന്നത്. ആ അവസരത്തിൽ അവരെ ശക്തിപ്പെടുത്തുവാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. ഇതാണ് പ്രധാനമായിട്ടും വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ പ്രേക്ഷിത മേഖലകൾ, പ്രവർത്തനങ്ങൾ. തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് അപ്പസ്തോലന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചപ്പോൾ എളിമയുടെ പാഠം അവർക്ക് പറഞ്ഞു കൊടുക്കുവാനായി യേശു വിളിച്ചു നിർത്തിയ ശിശു വിശുദ്ധ ഇഗ്നേഷ്യസ് ആയിരുന്നുവെന്ന് ഒരു പാരമ്പര്യമുണ്ട്. വാസ്തവത്തിൽ അതൊരു മഹത്തായ തെരഞ്ഞെടുപ്പായി മാറുകയായിരുന്നു. വിശുദ്ധ യോഹന്നാൻ സ്ലീഹായിലൂടെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നുവന്ന അദ്ദേഹം ആദിമസഭയിലെ അനേകായിരങ്ങൾക്ക് മാർഗദർശിയായി മാറി. പരിശുദ്ധ കുർബാനയെക്കുറിച്ചും തിരുസഭയെക്കുറിച്ചും മറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ വിലയേറിയവയാണ്. പിതാവേ, ഒരു സഭാപിതാവ് കൂടിയായിരുന്നല്ലോ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളെയും ദൈവശാസ്ത്രങ്ങളെയും കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് തൻ്റെ പ്രബോധനങ്ങൾ കത്തുകളുടെ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. സപ്തലേഖനങ്ങൾ എന്ന പേരിൽ 7 സഭകൾക്കായിട്ട് അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കത്തുകളാണ്
പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര സമീപനം എന്തായിരുന്നു എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആ കാലഘട്ടത്തിൽ സഭയെ ശക്തിപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തെ തടവിലാക്കി റോമിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അത് ദീർഘനാളത്തെ യാത്രയായിരുന്നു. ആ യാത്രകളിൽ അദ്ദേഹം കത്തുകൾ എഴുതി സഭയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുക. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഭംഗിയായിട്ട് വിശുദ്ധൻ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പൊതിച്ചോറാണെന്ന് വിശേഷിപ്പിക്കുകയാണ് വിശുദ്ധൻ. ഒരു വിശ്വാസിക്ക് ഏറ്റവും ശക്തി നൽകുന്നത് വിശുദ്ധ കുർബാനയാണ്. ആ കുർബാനയോടുള്ള വലിയ ആദരവ് നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധൻ്റെ പഠനങ്ങളിൽ. വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൻ്റെ രീതികൾ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, അതിൽ ഉള്ള നിഷ്കർഷ എല്ലാം വിശുദ്ധൻ വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതീവ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സാന്നിധ്യം, ആ കുർബാനയോടുള്ള സ്നേഹം ഒരു വിശ്വാസിയെ ശക്തിപ്പെടുത്തുന്നതാണ് എന്ന് വിശുദ്ധൻ പഠിപ്പിക്കുന്നുണ്ട്. ആ വിശുദ്ധൻ്റെ പാഠം തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സമീപനത്തിലും കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഏറ്റവും വളരെ പ്രസിദ്ധമായിട്ടുള്ള ചൊല്ലാണ്, സിംഹങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെടാൻ പോവുകയാണ്. അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, ഞാനൊരു ഗോതമ്പ് മണിയാണ്, ഈ സിംഹത്തിൻ്റെ പല്ലുകൾ ഈ ഗോതമ്പിനെ പൊടിയാക്കട്ടെ, അങ്ങനെ ഞാൻ യേശുവിൻ്റെ ഒരു അപ്പമായി തീരട്ടെ. വളരെ പ്രസിദ്ധമായ വചനങ്ങളാണ്. ഞാനൊരു ഗോതമ്പ് മണി മാത്രമാണ്, സിംഹത്തിൻ്റെ ദന്തങ്ങൾ, പല്ലുകൾ എന്നെ പൊട്ടിച്ചില്ലാതാകട്ടെ, ഞാനങ്ങനെ ഒരപ്പമായി തീരട്ടെ, യേശുവിൻ്റെ അപ്പം. അപ്പോൾ സഹനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എങ്ങനെയായിരുന്നു? അത് വളരെ വിശുദ്ധ കുർബാനയെ എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പീഡകളെ അദ്ദേഹം എങ്ങനെയാണ് സമീപിച്ചത്? യേശുവിൻ്റെ പീഡകൾ, ഈശോ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവർ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. ആ കുരിശെടുക്കുവാൻ അവർ ശക്തിപ്പെടുത്തി. തൻ്റെ കൈകൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ, കാലിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ, അത് അദ്ദേഹം പറയുകയാണ്, എനിക്ക് നല്ലൊരു ആഭരണമാണത്, കഴുത്തിൽ അണിയുന്ന വലിയൊരു ആഭരണമാണ്. നിങ്ങൾ പെൺകുട്ടികളൊക്കെ ആഭരണം ഉണ്ടല്ലോ നിങ്ങളുടെ കഴുത്തിലൊക്കെ, അത്തരം ഒരു ആഭരണമാണ് ഈ ചങ്ങലകളെന്ന്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പീഡകളോടുള്ള ഒരു ആവേശമാണ് പീഡകൾ, മരണം, യേശുവിന് വേണ്ടിയുള്ള സഹനം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈശോയോടുള്ള സ്നേഹം, ഇപ്പോൾ പീഡകളെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കഷ്ടപ്പാടുകളും രക്തസാക്ഷിത്വവും വരുമ്പോൾ നിങ്ങൾ ഓടി ഒളിക്കരുത്, അതിനെ സമചിത്തതയോടെ സമീപിക്കണം, അതിന് വലിയ മൂല്യമാണുള്ളത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കന്യകാ ജനനം, അവൾ കന്യകയായിരുന്നു, ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷവും എന്ന് സമർത്ഥിക്കുന്നുണ്ട്. സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന ആ സുവിശേഷം നൽകുന്നതിനപ്പുറത്തായിട്ട് ഒരു എഴുത്തിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അവളുടെ കന്യാത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയോടുണ്ടായിരുന്ന വിശുദ്ധൻ്റെ സ്നേഹം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സഭയോടുള്ള സ്നേഹം അത് വിശുദ്ധനിൽ കാണാം. എക്ലേസിയോളജി, വിശുദ്ധൻ്റെ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ എക്ലേസിയോളജി, സഭാശാസ്ത്രം വളരെ കാതലുള്ളതും കരുത്തുറ്റതുമാണ്. സഭയിൽ ആ വിശുദ്ധൻ്റെ ആ ജീവിതത്തിൽ മെത്രാൻ, ഒരു സഭയിൽ മെത്രാൻ്റെ കീഴിൽ വൈദികർ വിവിധ ഇടവകകളിലായി, അതിന് കീഴിൽ വൈദികരെ സഹായിക്കുവാൻ ഡീക്കന്മാർ, അതിന് ശുശ്രൂഷികൾ, ഈ രീതിയിൽ കൃത്യമായിട്ടുള്ളൊരു ഹൈറാർക്കിക്കൽ സിസ്റ്റം കൊണ്ടുവന്നത്, അതേക്കുറിച്ച് എഴുതിയിട്ടുള്ളത് വിശുദ്ധ അപ്പസ്തോലനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റം ഈ വലിയ പ്രേക്ഷിതൻ വിശുദ്ധ ഇഗ്നേഷ്യസ് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഭയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹം പറയുകയാണ്, ഓരോ വ്യക്തിയും ശക്തിപ്പെടുത്തേണ്ടത് യേശുവിൻ്റെ ശരീരമായ സഭയെയാണ്. അപ്പോൾ സഭയെ ശക്തിപ്പെടുത്തണമെന്ന് പറയുക, സഭയെ പഠിപ്പിക്കുകയാണ് വിശുദ്ധൻ ചെയ്യുക. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക? പലപ്പോഴും നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നാം ആദ്യം തള്ളിപ്പറയുന്നത് സഭയെയാണ്. ഇനി ഈ സഭ എനിക്ക് വേണ്ട എന്നൊക്കെ അങ്ങ് പറഞ്ഞു കളയും. വിശുദ്ധൻ പറയുകയാണ്, ഏത് പ്രതിസന്ധികളിലും നമുക്ക് സ്നേഹിക്കണം സഭ. അത് യേശുവിൻ്റെ മണവാട്ടിയാണ് സഭ. ഞാൻ അംഗമായിരിക്കുന്ന സഭ യേശുവിൻ്റെ മണവാട്ടിയാണ്. അപ്പോൾ സഭയോടുള്ള സ്നേഹം, സഭാ അധികാരികളോടുള്ള അനുസരണവും വിധേയത്വവും അതും അപ്പസ്തോലൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭ എന്ന കാഴ്ചപ്പാടിൽ സഭ കാതോലികം, അല്ലേ, കത്തോലിക്കവും സാർവത്രികവുമായ സഭ എന്നല്ലേ നമ്മൾ പറയുക. കാതോലികം എന്ന വാക്ക് പഠിപ്പിച്ചത്, ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് വിശുദ്ധനാണ്. കാതോലികം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നത്, പൊതുവായിട്ടുള്ളത്, എല്ലാവരെയും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് സഭ.
അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നുള്ള പദം തന്നെ അദ്ദേഹം കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ദൈവശാസ്ത്രത്തിൻ്റെ ആഴം നമുക്കവിടെ ദർശിക്കുവാൻ സാധിക്കും. ഇത്ര മനോഹരമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം അദ്ദേഹം ഭംഗിയായിട്ട് തൻ്റെ കത്തുകളിലൂടെയും പഠനങ്ങളിലൂടെയും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് നമുക്ക്. പിതാവേ, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ രക്തസാക്ഷിത്വം എങ്ങനെയായിരുന്നു? ആവേശം കൊള്ളിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം. നമുക്കതിനെക്കുറിച്ച് ഉള്ള രേഖകൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ജീവിതം തന്നെ വലിയ പാഠപുസ്തകമായിരുന്നു. ഓരോ തിക്താനുഭവങ്ങളെയും വേദനകളെയും അദ്ദേഹം ദൈവമഹത്വത്തിനായുള്ള ഉപകരണങ്ങളാക്കി മാറ്റിയിരുന്നു. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ചങ്ങല പോലും എനിക്ക് ആത്മീയ മുത്തുകളുടെ ഒരു കോളർ പോലെയാണ് എന്ന് അദ്ദേഹം എഫേസോസിലെ സഭയ്ക്ക് എഴുതുകയുണ്ടായി. ഒടുവിൽ കൊലക്കളത്തിലേക്ക് ആനയിക്കപ്പെടുന്ന സമയത്ത് പോലും യേശുനാഥനെ പോലെ തന്നെ നോക്കി കരയുന്നവരെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം മടിച്ചില്ല. വിശന്നു വലഞ്ഞ സിംഹങ്ങൾക്കിടയിലേക്ക് അദ്ദേഹത്തെ എറിഞ്ഞു കൊടുക്കുകയാണ് ശത്രുക്കൾ ചെയ്തത്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഏതാനും അസ്ഥികഷ്ണങ്ങൾ മാത്രമാണ് ക്രൈസ്തവർക്ക് ലഭിച്ചത്. ആ ധീരമായ രക്തസാക്ഷിത്വം അനേകർക്ക് ആവേശം പകർന്നു. വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ രക്തസാക്ഷിത്വം ഓരോ ക്രിസ്ത്യാനിക്കും ചൈതന്യം പകരുന്നതാണ്. ചക്രവർത്തിമാർ എപ്പോഴും സഭയെ പീഡിപ്പിച്ചു. ആദ്യ നൂറ്റാണ്ടുകളിൽ ഡയക്ലീഷ്യൻ ചക്രവർത്തി, തുടർന്ന് ട്രാജൻ ചക്രവർത്തി ഈ അന്ത്യോക്യയിൽ എത്തി ആ സമയത്ത് അറിഞ്ഞു ഇവിടെ വളരെ തീഷ്ണമതികളായ ക്രിസ്ത്യാനികളുണ്ടെന്ന്. അവരാരും വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്നവരല്ല, വണങ്ങുന്നവരല്ല. ഉടനെ രാജാവ് ചക്രവർത്തി അവിടുന്ന് തന്നെ ഓർഡർ കൊടുത്തു, ഇവിടെ എല്ലാ ക്രിസ്ത്യാനികളെയും ഈ ദേവന് ബലിയർപ്പിക്കാത്ത ക്രിസ്ത്യാനികളെ വധിക്കുക. അങ്ങനെ വധിക്കുവാനുള്ള കൽപ്പന നൽകിയപ്പോൾ, അവരെ ബന്ധിച്ചപ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസും അതിൽ ഒരാളായിത്തീർന്നു. വിശുദ്ധ ഇഗ്നേഷ്യസിനെ കാണുമ്പോൾ ചക്രവർത്തി വിളിച്ചു പറയുന്നു, ഓ നികൃഷ്ട ജീവി, നിനക്കെന്തുകൊണ്ട് രാജകൽപ്പന അനുസരിച്ചുകൂടാ എന്ന് ആക്രോശിക്കുന്നുണ്ട്. ഉടനെ അതിന് മറുപടിയായിട്ട് വിശുദ്ധൻ പറയുന്നുണ്ട്, നിങ്ങളെന്നെ അങ്ങനെയാണോ വിളിച്ചത്? ഞാൻ എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവാഹകനാണ്, ഞാൻ ദൈവത്തെ വഹിക്കുന്നവനാണ് എന്ന പദമാണ് വിശുദ്ധൻ അതിനുവേണ്ടി ഉപയോഗിച്ചത്. വിശുദ്ധനെ ബന്ധിച്ചു, കൈകളെല്ലാം ചങ്ങലയിട്ട് ബന്ധിച്ചു. 10 ഭടന്മാരെ സുരക്ഷിതത്തിനായിട്ട് റോമിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചു. ചക്രവർത്തി ഇപ്രകാരം കൽപ്പന കൊടുത്തു, റോമിൽ ആംഫി തിയേറ്ററിൽ വിശന്ന് പോയി ഇരിക്കുന്ന മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുക, അങ്ങനെ ഇവർ ജീവിതം തീരട്ടെ. വിശുദ്ധ ഇഗ്നേഷ്യസിനെ തുടർന്ന് ഏഷ്യ മൈനറിലൂടെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മധ്യ ഏഷ്യയിൽ നിന്ന് റോമിലേക്ക് ദിവസങ്ങളെടുത്ത് കപ്പലിലും മറ്റ് കരമാർഗവും അവിടെ എത്തിക്കുകയാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അറിവ് കിട്ടുകയാണ്, വിശുദ്ധ ഇഗ്നേഷ്യസ് ബന്ധിതനായി റോമിലേക്ക് രക്തസാക്ഷിയാകാൻ പോവുകയാണ്. വഴിയിൽ നിന്ന് ആളുകൾ വിലപിക്കുന്നുണ്ട്, അനുഗ്രഹം പ്രാപിക്കുന്നതിനായിട്ട് തല കുമ്പിട്ടുന്നുണ്ട്. വലിയ ആദരവ്, വലിയ സ്വീകരണങ്ങൾ നഗരങ്ങളിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന് ഒന്ന് മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ, രക്തസാക്ഷിത്വത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. എന്നെ പിന്തിരിപ്പിക്കരുത്, എൻ്റെ യേശുവിന് വേണ്ടി എനിക്ക് ബലിയായി തീരണം. എന്തൊരു ആവേശമാണ്. വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ ബന്ധിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ഒരു ദിവസത്തെ ആംഫി തിയേറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് തൊട്ട് മുൻപാണ് ഇഗ്നേഷ്യസ് റോമിലെത്തുന്നത്. റോമിലെത്തിയ ഉടനെ ആ ക്രൂര മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുകയും മൃഗങ്ങൾ അദ്ദേഹത്തെ വലിച്ചു ചീന്തുകയും ചെയ്തു. അദ്ദേഹത്തിന് മിച്ചമായിട്ട് ഈ വലിയ സഭാപിതാവിൻ്റെ ഭൗതിക അവശിഷ്ടം 2 എല്ലുകൾ മാത്രമാണ് ശിഷ്യന്മാർക്ക് ശേഖരിക്കുവാൻ സാധിച്ചത്. ഇത്ര വലിയ ഒരു ത്യാഗത്തോടുകൂടിയോ ക്രൂരത നിറഞ്ഞ ഒരു രക്തസാക്ഷിത്വത്തിന് ഇരയായി തീർന്ന വലിയ വിശുദ്ധനാണ് വിശുദ്ധ
ഇഗ്നേഷ്യസ്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ജീവിതവും രക്തസാക്ഷിത്വവും അന്ത്യോക്യയിലെ സഭയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തി. പ്രബോധനങ്ങളിലൂടെ അദ്ദേഹം ശക്തിപ്പെടുത്തിയ സഭയ്ക്ക് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ധീരമായ ഒരു മാതൃകയും നിലനിൽപ്പിനുള്ള പ്രചോദനവുമായിരുന്നു. പിൽക്കാലത്ത് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ പഠനങ്ങളും ജീവിത മാതൃകയും ലോകം മുഴുവൻ ഏറ്റെടുത്തു. എക്കാലവും ആ മാതൃക ധീരതയോടെ സഭയോട് ചേർന്ന് നിൽക്കുവാൻ സകല ക്രൈസ്തവർക്കും പ്രചോദനം പകരുന്നു. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധൻ, സഭാപിതാവ്, എല്ലാ സഭകളിലുമുള്ള എല്ലാവരും ഒരുപോലെ ആദരിക്കുന്ന വലിയ വിശുദ്ധൻ, സഭയെ ശക്തിപ്പെടുത്തിയ വലിയ വ്യക്തി, ദൈവത്തോടുള്ള ഈശോയോടുള്ള ആഴമായ സ്നേഹത്താൽ പൂർണ്ണമായി അവിടത്തേക്ക് സമർപ്പിച്ച വലിയ വ്യക്തിത്വം വിശുദ്ധ ഇഗ്നേഷ്യസ് നമുക്ക് നൽകുന്ന മാതൃക അതാണ്. ഈ കാലഘട്ടത്തിൽ രക്തസാക്ഷിത്വം ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് മറ്റുള്ളവർക്ക് സാക്ഷികളായി തീരാം. പ്രാർത്ഥന വഴി, ഉപവാസം വഴി, ദാനധർമ്മം വഴി ഉത്തമ ക്രിസ്ത്യാനികളായി നാം ജീവിക്കണം. നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്ന പ്രതിലോമ ശക്തികൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ നമ്മുടെ ചുറ്റും ഏറ്റവും ശക്തിയോടുകൂടി ഉണർന്നാടുകയാണ്. അതിനു മുൻപിൽ നാം കീഴടങ്ങരുത്. കമ്പോള സംസ്കാരം, ആഗോളവൽക്കരണം, സുഖലോലുപത, ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്നതാണ്. രക്തസാക്ഷിത്വം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ക്രിസ്തുവിനെ പോലെ ധീരതയോടുകൂടി രക്തസാക്ഷികളാകാം. ലോകമെങ്ങും രക്തസാക്ഷികളായിത്തീരുന്ന ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ രക്തസാക്ഷിത്വം അവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകമായി അപേക്ഷിക്കാം. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഒരിക്കലും മനസ്സ് തളർന്നു പോകാതെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ പോലെ ഞാൻ അവന് വേണ്ടി മരിക്കും എന്ന് ഉദ്ഘോഷിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കാം. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.